സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ വാഹനാപകടം തുടർക്കഥയാകുന്നു. അമിത വേഗതയിലെത്തിയ ലോറി 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടം. ലോറിക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്തത് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടം നടന്നത്. മേലാറ്റൂർ ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ ചരക്ക് ലോറി പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നും വരികയായിരുന്ന ട്രാവലറിലും കാറിലും ഇടിച്ചതിനു ശേഷം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയെയും ഇടിക്കുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട ഓട്ടോറിക്ഷയിൽ കുടുങ്ങിക്കിടന്ന ഓട്ടോ ഡ്രൈവർ ആമക്കാട് സ്വദേശിയെ പോലീസും മലപ്പുറം ഫയർഫോഴ്സ് അംഗങ്ങളും ട്രോമ കെയർ പ്രവർത്തകരും പോലീസ് വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. കൈയിനും കാലിനും പരിക്കേറ്റ ഇയാളെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി പാണ്ടിക്കാട് ടൗണിൽ മേലാറ്റൂർ റോഡിൻ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച് ലോറി വന്ന് പെരിന്തൽമണ്ണ റോഡിൽ നിന്ന് വണ്ടൂർ ഭാഗത്തേക്ക് പോകുന്ന ടെമ്പോ ട്രാവലറിനെ അമിത വേഗതയിൽ വന്ന് ഇടിച്ചു തെറിപ്പിക്കുകയും അതോടൊപ്പം രാത്രികാലങ്ങളിൽ ഓടാനിരുന്ന ഓട്ടോ ഡ്രൈവറിനെ മഞ്ചേരി റോഡിൽ പാർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വണ്ടിയടക്കം ഇടിച്ചു തെറിപ്പിച്ച് ആ ഓട്ടോ ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ട് അദ്ദേഹത്തിനെ വണ്ടിയുടെ അടിയിൽ നിന്നാണ് മലപ്പുറത്ത് നിന്ന് ഫയർഫോഴ്സും മറ്റു ആളുകളും വന്ന് രക്ഷപ്പെടുത്തി കട്ടറൊക്കെ ഇട്ട് വെട്ടി പൊളിച്ച് ഉപയോഗിച്ചാണ് ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇങ്ങനെയുള്ള വാഹന അപകടം ഇവിടെ പാണ്ടിക്കാട് ടൗണിൽ തുടർക്കഥയാകാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാണെന്ന് മാത്രമാണ് പാണ്ടിക്കാട് ടൗണിലെ നിവാസി എന്ന നിലക്ക് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ട്രാവലറിലെയും കാറിലെയും യാത്രക്കാരെ പാണ്ടിക്കാട്ടെയും പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്.